നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. രേവതി നാളുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പുതിയ നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും. നല്ലതുപോലെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ഗുണകരമായ വളരെ പ്രയോജനം കിട്ടുന്ന നല്ല തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ കഴിയും. ദീർഘനാളത്തെ പരിശ്രമം സാധിക്കും. യുവാക്കൾക്ക് സ്വപ്നം നിറവേറ്റാൻ അവസരം ഉണ്ടാകും. IT ബിസിനസ് മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ വലിയ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുക, വരുമാന വർധനവ്, കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക, നല്ല ഒരു ഗൃഹം സ്വന്തമാക്കാൻ അവസരമുണ്ടാകുക, ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് വഴി തുറക്കും. സാമ്പത്തികമായി വലിയ നേട്ടം നിങ്ങളിലേക്ക് എത്തും. കച്ചവടക്കാർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ കഴിയും. തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ വളരെ സന്തോഷം അനുഭവപ്പെടും. ഉയർന്ന സ്ഥാനങ്ങളിലും മറ്റും ഇരിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുമ്പോട്ട് പോയാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബക്കാവുകളും മറ്റും വെച്ചു പുലർത്തുന്നവർ ശരിയായ രീതിയിൽ അത് പരിപാലിച്ചാൽ അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും. വായ്പകളും മറ്റുമുള്ളവർ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക. സംഘടനാ രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുമുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഏകദേശം കാണുന്നുണ്ട്. നന്നായി പരിശ്രമങ്ങൾ തുടരുക. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കമ്പനി മാറാനും മറ്റും അനുകൂലമാണ്. ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തീരുമാനത്തിൽ മാറണമെന്നല്ല പറയുന്നത്. സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ച് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് ഗുണം കിട്ടും. വിദേശ പഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്കും പ്രയോജനമുണ്ടാകും. അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്നുള്ളത് നന്നായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ചെറിയ കടകളും കച്ചവട കേന്ദ്രങ്ങളും നടത്തുന്നവർക്കും ഗുണമുണ്ടാവുക തന്നെ ചെയ്യും. സ്വന്തമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രയോജനം ലഭിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്കും പുതുവത്സരത്തിൽ അത് അനുകൂലമായ തീരുമാനത്തിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുക. നല്ലൊരു തീർത്ഥാടന യോഗവും കാണുന്നുണ്ട്. മനസ്സിനും ശരീരത്തിനും സാമ്പത്തിക സ്ഥിതിക്കുമൊക്കെ വളരെ ഗുണം ചെയ്യുന്ന, ആത്മാവിന് ഉണർവേകുന്ന വളരെ ആനന്ദകരമായ തീർത്ഥാടന യോഗമാണ് കാണുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ മഹാസന്നിധിയിലേക്കാണ് തീർത്ഥാടനം തിരഞ്ഞെടുക്കേണ്ടത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും.